Limitations of HRD need assessment. Limitations of HRD need assessment are as follows. Difficult and time consuming process. ഇത് ഡിഫിക്കൽട്ടും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മാനേജേഴ്സ് ഫെൽറ്റ് ദാറ്റ് ദേ സിംപ്ലി ഡു നോട്ട് ഹാവ് ദ ടൈം ടു കണ്ടക്ട് നീഡ് അസസ്മെൻറ്റ്. എ കംപ്ലീറ്റ് നീഡ് അനാലിസിസ് ഇൻവോൾവ് മെഷറിങ് എ വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ് അറ്റ് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഡിഫിക്കൽട്ടും ടൈം കൺസ്യൂമിങ് ആണെന്ന് പറയാൻ കാരണം മാനേജേഴ്സിന് സിമ്പിളായിട്ട് ഇത് കണ്ടക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇതിനകത്ത് നമ്മൾ ഒരു വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ്, അതായത് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ദി ഓർഗനൈസേഷനിൽ പല ഫാക്ടേഴ്സ് ചെക്ക് ചെയ്താലേ നമുക്ക് HRD നീഡ് അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ടോപ്പ് ലെവല്, മിഡിൽ ലെവല്, ലോവർ ലെവല്, എല്ലാ ലെവൽസിലും നമ്മളിത് ചെക്ക് ചെയ്യണം. ഇനി ആക്ഷൻ ഇസ് വാല്യൂഡ് ഓവർ റിസർച്ച്. മാനേജേഴ്സ് ഓഫൻ ഡിസൈഡ് ടു യൂസ് ദെയർ ലിമിറ്റഡ് റിസോഴ്സ് ടു ഡെവലപ്പ്, അക്വയർ ആൻഡ് ഡെലിവർ HRD പ്രോഗ്രാംസ് റാദർ ദാൻ ടു ഡു സംതിങ് ദേ സീ ആസ് എ പ്രിലിമിനറി ആക്ടിവിറ്റി. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ HRD പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് ഈ ലിമിറ്റഡ് റിസോഴ്സസിനെ എന്ത് ചെയ്യും, ചിലപ്പോൾ അവർക്ക് റിസോഴ്സ് എക്സ്ട്രാ അക്വയർ ചെയ്യേണ്ടി വരും. HRD പ്രോഗ്രാംസ് വേണ്ടി നമുക്ക് ഓൾറെഡി ഉള്ള ഫണ്ടിനേക്കാളും ചിലപ്പോൾ കൂടുതൽ ഫണ്ട് റേസ് ചെയ്തിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം വേറെ പ്രൊഫഷണൽസിനെ വെച്ച് ട്രെയിനിങ് കൊടുക്കാൻ അത്രയും എമൗണ്ട് നമുക്കാവും. ഓക്കെ, അപ്പം ആക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ റിസർച്ച് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എക്സ്പെൻസും കൂടി ഇൻകർ ആവും. അതൊരു ലിമിറ്റേഷനാണ്. പിന്നെ ഇൻകറക്റ്റ് അസംഷൻ, നമ്മൾ എടുക്കുന്ന അസംഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ HRD നീഡ് അസസ്മെൻറ്റിലും വ്യത്യാസങ്ങൾ വരും. ഓക്കെ, അപ്പം നമ്മുടെ ഓർഗനൈസേഷൻ്റെ നീഡ്സിനനുസരിച്ച് കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന അസംഷൻസ് കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ അല്ലാതാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതും HRDയുടെ ലിമിറ്റേഷനായിട്ടാണ് നമ്മൾ പറയുന്നത്. Factors such as facts, demands from senior managers and the temptation to copy the HRD program of widely admired organizations or competitors often lead to such conclusions. എന്താണെന്ന് വെച്ചാൽ നമ്മൾ HRD പ്രോഗ്രാംസ് മറ്റുള്ള സീനിയർ മാനേജേഴ്സ് പറയുന്ന പോലെ കോപ്പി ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വേറെ നമ്മുടെ കോമ്പറ്റീറ്റർ ഓർഗനൈസേഷൻ്റെ HRD പോളിസീസും പ്രോഗ്രാംസും കോപ്പി ചെയ്യാൻ നോക്കും. ചിലപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ കൾച്ചറിന് അത് സ്യൂട്ട് ആവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ അസംഷൻസ് ഇൻകറക്റ്റ് ആവും. അപ്പോൾ ആ കേസിൽ HRD നീഡ് അസസ്മെൻറ്റിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് ഇതിനെ പറയാം. പിന്നെ ലാക്ക് ഓഫ് സപ്പോർട്ട്. ദർ ഇസ് എ ലാക്ക് ഓഫ് സപ്പോർട്ട് ഫോർ ദ നീഡ് അസസ്മെൻറ്റ്. നീഡ് അസസ്മെൻറ്റിന് നമുക്ക് സപ്പോർട്ടിൻ്റെ കുറവ് വരുന്നുണ്ട്. അതായത് നമുക്ക് ബോട്ടം ലൈനിലുള്ള എംപ്ലോയീസിൻ്റെ സപ്പോർട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല. HRD പ്രൊഫഷണൽസിന് നീഡ് അസസ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ലെവൽസിൻ്റെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഒരുപാട് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, എല്ലാ ലെവൽസിലെയും ഡീറ്റെയിൽസ് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ എല്ലാ ഏരിയയിൽ നിന്ന് സപ്പോർട്ട് കിട്ടണമെന്നില്ല. HRD പ്രൊഫഷണൽസ് ഇനബിലിറ്റി ടു സെൽ നീഡ് അസസ്മെൻറ്റ് ടു ദ മാനേജ്മെൻറ്റ്, ഡോക്യുമെൻറ്റിംഗ് ദ അസസ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ് ആൻഡ് യൂസിങ് അനലോഗ്സ് ഫ്രം റെസ്പെക്റ്റഡ് ഫീൽഡ്. അതായത് എഞ്ചിനീയറിംഗ്, സ്കോപ്പിംഗ്, മെഡിക്കൽ ഡയഗ്നോസിസ്, അങ്ങനെ പല ഫീൽഡിൽ നിന്ന് ചിലപ്പോൾ ഡേറ്റ കളക്ട് ചെയ്തിട്ടേ ഒരു HRD നീഡ് അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റൂ. അത് ആ ഓർഗനൈസേഷൻ്റെ നേച്ചർ അനുസരിച്ചിരിക്കും. അപ്പോൾ ആ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ലെവലിലുള്ള എംപ്ലോയീസിൻ്റെയും സപ്പോർട്ടില്ല, എസ്പെഷ്യലി ബോട്ടം ലെവൽ ഓഫ് എംപ്ലോയീസ്, ടെക്നിക്കൽ സ്റ്റാഫ്, ഇവരുടെ സപ്പോർട്ടില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലാക്ക് ഓഫ് സപ്പോർട്ടും ഒരു HRD നീഡ് അസസ്മെൻറ്റ് ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാം.